ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് വണ്ടർ ഗാർഡനിലാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. റിയാദിലുള്ളവർ എല്ലാവരും ഇവിടെ വന്ന് കണ്ട് വിസിറ്റ് ചെയ്യുക. ഇവിടേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വി ബുക്ക് കൂടിയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. 25 റിയാലാണ് സ്റ്റാർട്ടിങ്. ഇവരുടെ തീം ഫുള്ളും ബട്ടർഫ്ലൈൻ്റെ തീമാണ്. ഒരുപാട് ഗെയിമുകളാണ് ഇവിടെ ഉള്ളത്. അതിനൊക്കെ നമുക്ക് അവിടെ തന്നെ എൻട്രി ഫീസും ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നേരം ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് അമർത്തുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിൽക്കും ഫാമിലികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളെല്ലാവരെയും സപ്പോർട്ടാണ് വേണ്ടിയത്. ഇനിയും മുമ്പോട്ട് ഓരോരോ വീഡിയോസ് ഇടുന്നേരം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുകൊണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഇതൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ കുറേ ഇങ്ങനെ ഓല് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ. ഇവിടെ കുറേ റൈഡുകൾ ഉണ്ട് കേട്ടോ. വലിയവർക്കുള്ളതുണ്ട്, ചെറിയവർക്കുള്ളതുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കുറേ സ്റ്റാച്ചുകളുണ്ട് കേട്ടോ. ഇത് ഫ്ലവറിലാണ് ഈ തീം. ഇതിങ്ങനെ കണ്ണ് തുറക്കെ അടിക്കുക ഇങ്ങനെ ചെയ്യും. ഒരു മ്യൂസിക്കും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഈ വിൻ്ററിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാടുണ്ട് നടന്ന് കാണാൻ. നിങ്ങൾ അതിന് സമയം അനുസരിച്ച് ഇവിടേക്ക് പോവാം കേട്ടോ. ഒരുപാടുണ്ട് കാണാൻ, നടന്ന് കാണാൻ. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു വണ്ടി ഉണ്ട്, അതിന് വേറെ നമ്മൾ അവിടെ പോയിട്ട് പേയ്മെൻറ്റ് അടിച്ചാൽ ഒരു എല്ലായിടത്തും ചുറ്റിച്ച് നമുക്ക് കാണിച്ചു തരും കേട്ടോ. അത് നമ്മൾ കയറുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ ഒരു കൗണ്ടറുണ്ട്, അവിടെ പോയിട്ട് പേയ്മെൻറ്റ് അടിക്കണം. അങ്ങോട്ട് പോയാൽ ഉള്ളിലേക്ക് പോയാൽ അവർ നമ്മളെ കയറ്റി എല്ലാ സ്ഥലവും കാണിച്ചു തരും കേട്ടോ. ഇത് ഒരു ഗെയിമാണ് കേട്ടോ. ഇതിൽ വിൻ ചെയ്താൽ അതിലേതെങ്കിലും ടോയ് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ വീട്ടിലേക്ക്. تدرون ليش وندر جاردن كلها عجايب؟ اللي فيها يا زيني يا جماعة في أغنية معلقة براسي عرفتوها واني صدعت. ليت الشباب يعود ഈ പ്രോഗ്രാമുകളൊക്കെ അവിടെ ലൈവായിട്ട് നടക്കുകയാണ്. എല്ലാ ഭംഗിയുണ്ട് കേട്ടോ കണ്ടുപിടിക്കാൻ.
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കബ്സൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾക്കൊള്ളിച്ചത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. കബ്സയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ആദ്യം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ഒരു സവാള, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ്, പിന്നെ അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതക്കിയത് അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടോ. അതിനുശേഷം ഒരു മാഗി ക്യൂബാണ് ഇട്ടത്. ഇവിടെ ബീഫിൻ്റെ കിട്ടും കേട്ടോ. ഞാൻ ബീഫിൻ്റെതാണ് ഇട്ടത്. പിന്നെ അതേ ടൈമിൽ തന്നെ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കബ്സൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തത്. 2 സ്പൂണ് കബ്സൻ്റെ പൊടി അതിലേക്കിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബീഫ് വേവിച്ച വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് ഫസ്റ്റ് ഒഴിക്കുന്നത്. പിന്നെ 2 ഗ്ലാസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ 3 ഗ്ലാസ്സാണ്. അതിൻ്റെ ഡബിൾ 6 ഗ്ലാസ്സായിട്ട് എടുക്കണം കേട്ടോ. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അന്നേരം 6 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുക്കുന്ന അരി അബുക്കാസാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും 2 ഉണക്കനാരങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം ബീഫ് പൊട്ടാറ്റോ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പൊട്ടാറ്റോ ഇവിടെ ഒരു വലിയ സൈസ് മുളക് കിട്ടും, അതും ഇടുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഇവിടുത്തെ അരി പൊതിർത്തി വെക്കുകയൊന്നും വേണ്ട. അന്നേരം കഴുകി ഞാൻ അന്നേരം തന്നെ ഇടും കേട്ടോ. കബ്സ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സിമ്മിലിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് മൂടി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.